സിമ്മിലത് എവിടെ പോയി കിടക്കുക? ആ നീ വന്നാ എവിടെ പോയി കിടക്കുന്നു? ഇതേ പാല്. ഞാനേ ഇപ്പൊ കുളിച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ തങ്കമണിയെ. പണികളൊക്കെ കഴിഞ്ഞാ? രാവിലേക്കുള്ള പലഹാരവും ഉച്ചക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ ആയി. നിന്റെ മരുമോള് പണിയൊക്കെ ചെയ്യൂടി? എൻ്റെ മരുമോളെ സകല പണിയും കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോണത്. ഓള് ജോലി കഴിഞ്ഞ് വന്നിട്ടും എല്ലാ പണിയും എടുത്തോളും. എനിക്ക് എൻ്റെ പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി. അവിടെ എന്തായി? ചോറും കൂട്ടാനും പലഹാരമൊക്കെ ആയാ? അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞാ? അവിടത്തെ കാര്യമൊന്നും പറയണ്ട എന്റെ മോളെ, ഒന്നും ആയിട്ടില്ല ഇതുവരെ. അടുക്കളയിൽ ഒരു പണി പോലും കഴിഞ്ഞിട്ടില്ല. ചോറിന് വെള്ളം വെച്ചിട്ടുള്ളൂട്ടാ. ഇനി അത് തിളച്ചിട്ട് അരിയിട്ട് ചോറായിട്ട് എപ്പോ കഴിക്കാനാണോ എന്റെ മോളെ? തമ്പുരാട്ടി അമ്മയാണെച്ചെങ്കിലേ സപ്രമഞ്ച കട്ടില് പള്ളിയോർക്കത്തില എന്റെ മരിയോളെ. ഒരു ഞായറാഴ്ച ആവാൻ കാത്തിക്ക എന്റെ മോളെ. രണ്ടും കൂടി കെട്ടും കെട്ടി അണിഞ്ഞൊരുങ്ങി സജ്ജി തൂക്കി പുറത്തിറങ്ങും. പിന്നെ കണ്ട ഹോട്ടലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ. വയറ് നിറയെ കഴിച്ചിട്ട് രാത്രി പാതിരാക്കിയ പിന്നെ കയറി വരാം. ഞാൻ വീട്ടിലെ അവൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഒരു വാക്ക് ചോദിക്കുക, അമ്മേ അച്ഛ എന്ന് ഞങ്ങളെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ബിരിയാണി പൊതിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരാം. എന്നെ കുറിച്ച് ഓൻ ഓർക്കട്ടെ. ഓൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാന്നറിയോ മോളെ? ഓനാ വിചാരില്ല, ഓൾക്ക് തോന്നണം ഓളല്ലേ വേറെ വീട്ടിൽ നിന്ന് വന്നത്. ഓളുടെ വീട്ടിലേക്കാണെങ്കിലോ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞിട്ടാണ് ഈ കൊടുക്കുന്നത്. ഓളുടെ അമ്മയ്ക്ക് പണ്ടം വാങ്ങി കൊടുക്കണോ, സാരി വാങ്ങി കൊടുക്കണോ, സഖിച്ച് കൊണ്ടുപോകണോ. അയ്യോ ഓളുടെ അമ്മേനെ ഇങ്ങനെ അമ്മാന്ന് വിളിക്കുമ്പോ എന്റെ മോന്റെ നാവിൽ ഇങ്ങനെ തീരൊഴിക്കൂട്ടോ. തീരൊഴിക്കും. ഇത്രയും കാലായി രമണി, 30 വയസ്സായിട്ടാ ഓനെ. ഇത്രയും കാലായിട്ട് ഇങ്ങനെ ഒരു ശബ്ദത്തില് ഓനെ എന്നെ അമ്മേന്ന് വിളിച്ചിട്ടില്ല. കേക്കണം, അമ്മേ അമ്മേ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അന്റെ ഒരു കാര്യേ കഷ്ടം തന്നെയാട്ട തങ്കമണിയെ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ. വന്നത് വന്നു, ഞങ്ങൾ അനുഭവിക്കുക, അല്ലാതെ ചെയ്യാൻ. ഈ മാസം കൂടിയിട്ട് പാലുണ്ടാവുള്ളൂ മോളെ. ഞാൻ നിർത്താൻ പോയി പരിപാടിയൊക്കെ. അതെന്താ നീ നിർത്തുന്നത്? എനിക്ക് വയ്യ, എന്റെ കാലിന് വയ്യ എന്റെ മോളെ. രാവിലെ 4 മണിക്ക് എണീക്കും ഞാൻ. ഈ പശുക്കളെയൊക്കെ കൂടി കറന്നിട്ട് പാലൊക്കെ ഓരോ കുപ്പിയിലാക്കിയിട്ട് ഓരോ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കണം. രാവിലെ ഇതുങ്ങളെയൊക്കെ കൂടിയിട്ട് കെട്ടി വലിച്ചിട്ട് പറമ്പിൽ കൊണ്ടുപോയി പുല്ല് കെട്ടിക്കണം. വൈകിട്ട് ഇതുങ്ങളെയൊക്കെ കൂടി വീണ്ടും കെട്ടി വലിച്ചിട്ട് തൊഴുത്തി കൊണ്ടുപോയി കെട്ടണം. എന്തേലും കുത്തിവയ്പ്പോ എന്തേലും ഉണ്ടെങ്കിൽ ആശുപത്രിക്ക് ഞാൻ തന്നെ വലിച്ചു കൊണ്ടുപോകണം. ഞാൻ പോവാട്ടാ. തങ്കമണി, ഓരോരുത്തരുടെ ഓരോ യോഗല്ലേ, അല്ലാതെ എന്താ പറയാല്ലേ. നിന്റെ മോളേനെ കെട്ടിക്കൊണ്ടുപോയടത്തോൾക്ക് സുഖാണോടി? ഓൾക്ക് അവിടെ പരമസുഖല്ലേ. എല്ലാ പണിയും ഓളുടെ അമ്മായിയമ്മ എടുക്കേ. ഓനാണെച്ചെങ്കിൽ എപ്പോട്ടാ പോയാലോ അതെ രാത്രി 7 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി. ഒരു രാത്രി 8 മണിയാകുമ്പോഴേക്കും ഓനും കൂടിയിട്ട് മുറിയിൽ കയറി വാതിലടിക്കും. പിന്നെ 7 മണിയാകുമ്പോഴേ അടുക്ക് പുറത്തിറങ്ങണ്ടു. അപ്പോഴേക്കും ഓളുടെ അമ്മായിയമ്മ എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടുണ്ടാവും. അവളൊന്ന് അടുക്കളയിൽ കയറിയാലേ ഓനൊപ്പം കൂട്ടാ പണി സഹായത്തിന്റെ. പിന്നെ കളി ചിരി, അയ്യോ കലാൻ വയ്യ. ഇങ്ങനെ ഇപ്പൊ കല്യാണം കഴിച്ച പെണ്ണും ചെക്കനാന്നേ തോന്നുള്ളൂ. ഞായറാഴ്ച അവൻ കാത്തിട്ട് എന്റെ മോളെ രണ്ടും കൂടിയിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. എന്നിട്ട് തൃശ്ശൂരുള്ള എല്ലാ ഹോട്ടലും കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സിനിമയ്ക്ക് കണ്ടിട്ടാട്ടോ രാത്രി പിന്നെ കുറേ സമയമായിട്ടാട്ടോ തിരിച്ചു വരുള്ളൂ. അവന്റെ അച്ഛനും അമ്മേനും ഓൻ വിളിക്കില്ല കേട്ടോ. പക്ഷെ എന്നെ വിളിക്കൂട്ടോ ഓനെ. പക്ഷെ ഞാൻ പോവില്ല എന്റെ രമണിയെ. വെറുതെ എന്തിനാ നമ്മള് വെറുതെ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാൻ വേണ്ടിട്ട് അവരുടെ കൂടെ കയറി പോണത്. ഞാൻ പോവില്ല. അതുകൊണ്ട് എന്നെ എന്റെ മരുമോനെ അമ്മേന്ന് വിളിക്കുന്നത് നീ ഒന്ന് കേൾക്കണം എന്റെ രമണി. അയ്യോ അതൊക്കെ കേൾക്കാ കയ്യല്ലേ മോളെ. അയ്യോ പിന്നെ ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 3 ദിവസം ഓൾക്ക് ഓളുടെ കൃത്യത്തോടെ നിന്നാൽ മതിട്ടാ. 4 ദിവസം ഓൾക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഓനും വരും, ഭർത്താവും വരും ഇവിടെ വന്ന് നിൽക്കാനേ. ഓനാക്കെങ്കിൽ ഇവിടുന്നും ജോലിക്ക് പോവാലോ. അതുകൊണ്ട് ഇവിടുന്ന് എളുപ്പമാണല്ലോ ജോലിക്ക് പോവാൻ. എന്നാലേ നിന്റെ പണികളൊക്കെ നടക്കട്ടെട്ടാ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു രാത്രി കൊണ്ട് ഈ നാട്ടിലെ എന്തൊക്കെ കാര്യങ്ങളല്ലേ നടക്കുന്നത്? എന്ത് കാര്യം എന്റെ തങ്കമണി നടന്നത് ഈ നാട്ടില്? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞിട്ടുണ്ടാവൂലോ. നിന്നോട് നിന്റെ കെട്ടിയോ പറഞ്ഞിട്ടുണ്ടാവൂലോ. ഞാൻ അറിഞ്ഞിട്ടില്ലാട്ടാ. അറിഞ്ഞില്ലേ? അതേ മോളെ, ഞാൻ പറഞ്ഞൊന്നും നീ ആരോടും പറയണ്ടാട്ടാ. നമ്മുടെ തെക്കേലെ വേലാതിന്റെ മകൻ അരുണില്ലേ, അരുണിന്റെ ഭാര്യ സീമ, മോളെ ഇന്നലെ രാത്രി വിളിച്ചോടി. അയ്യോ ഒന്നും പറയണ്ട എന്റെ മോളെ. അവിടെ എന്തൊരു ബഹളായിരുന്നു അറിയോ ഇന്നലെ രാത്രി. ഓളാണെച്ചെങ്കില് ഓള് 2 കുട്ടികളെയും നോക്കി കെടുത്തിട്ടേ ബാഗ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ബാഗൊക്കെ ഓള് മുൻപേ ഇങ്ങനെ ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാഗിനകത്തെ. അപ്പോൾ ഈ വാതിൽ തുറക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഈ സീമയുടെ കാൽപെരുമാറ്റോ എന്തോ കേട്ടിട്ട് അരുൺ എണീറ്റു കേട്ടോ. അപ്പൊ അരുൺ ചോദിച്ചു, രാത്രിയല്ലേ സീമ നീ ഇങ്ങോട്ടേക്ക് പോണത് എന്ന് ചോദിച്ചു. അപ്പൊ ബാഗും കണ്ടു ഓന്. അപ്പൊ ഓള് ഓടിയിട്ട സീമ ഓടിയിട്ട. അപ്പൊ അതിന്റെ ബാക്കിൽ അരുൺ ഓടി.
ഇവര് രണ്ടുപേരും കൂടി ബഹളം കെട്ടിട്ട് മക്കളും എണീറ്റു. മക്കളും അച്ഛാ അമ്മേന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും. അപ്പൊ ഈ മക്കളുടെ കരച്ചിൽ കേട്ടിട്ടെങ്കിലും ഓള് നിക്കണം, ഓള് പോവാതിരിക്കണം. അതൊന്നുമില്ല, ഓള് ഓടി. അപ്പോഴേക്കും മറ്റവനെ അവളുടെ കാമുകനെ പുറത്ത് കാത്തുക്കുന്നുണ്ടായിരുന്നേ ബൈക്കില്. കേറി സ്ഥലം വിട്ടു, രണ്ടും കൂടി സ്ഥലം വിട്ടു. എവിടെയാണെന്നൊന്നും അറിയില്ല, എവിടേക്കാ പോയതെന്നൊന്നും അറിയില്ല. തെരച്ചിൽ നടത്തുന്നുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. ഇനി അവറ്റങ്ങളെ ആരാ നോക്കുക? അമ്മ പോയില്ലേ, അമ്മ ഇട്ടെറിഞ്ഞു പോയില്ലേ? ഓനാണിച്ചെങ്കിൽ അരുണാണിച്ചെങ്കിൽ ഇത്ര നല്ലൊരു പയ്യനെ നാട്ടിൽ തന്നെ കിട്ടില്ല. ഒരു കള്ളുകുടിയില്ല, ഒരു സിഗരറ്റ് വലിയില്ല. രാത്രി 7 മണിയാകുമ്പോഴേക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറും. അത്ര നല്ല പയ്യനാ എൻ്റെ മോളെ. എന്നിട്ടാണ് ഓൾ ഈ പരിപാടി ഒപ്പിച്ചത്. അത് ഓളെക്കാട്ടും 5 or 6 വയസ്സ് താഴെയുള്ള ചെക്കൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. കലികാലം കലികാലം കലികാലം. ഇനിയുണ്ട് കുറെ വിശേഷങ്ങളൊക്കെ പറയാനേ. ഇനി പറയാൻ നിന്നാലേ എന്റെ പണികളൊന്നും നടക്കില്ല കേട്ടാ. ഞാൻ പോയിട്ട് പിന്നെ വരാട്ടാ പറയാൻ വേണ്ടിട്ടാ. എന്താ തങ്കമണിയെ പറഞ്ഞിട്ട് പോ. മോളെ ഞാൻ പറഞ്ഞു എന്ന് നീ ആരോടും പറയില്ല കേട്ടാ. ഇതൊക്കെ ഹൗസ് മനോജില്ലേ, മനോജ് വിളിച്ചോളൂ. അതിന്റെ ഓന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഓന്റെ കല്യാണം കഴിഞ്ഞതാണേ. ഭാര്യ ഗംഗ. ഒന്നും പറയണ്ട എന്റെ മോളെ. മനോജാണെച്ചെങ്കിൽ കമ്പനിയിൽ എന്തോ ടൂറോ കാര്യങ്ങളോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഈ 2 ദിവസം മുമ്പ്. അപ്പൊ ബാഗൊക്കെ കുറേ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ബാങ്ക് പാസ്ബുക്കും പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ഇനി പറയണ്ട എല്ലാ പേപ്പറും എടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഗംഗ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേട്ടാ 2 ദിവസത്തെ ടൂറിന് വേണ്ടിട്ട് ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നേ? അപ്പൊ പറഞ്ഞു അതിനുശേഷം അവർക്ക് എങ്ങോട്ടോ ടൂറ് പോവാണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഓനങ്ങോട്ട് പോയി. 2 ദിവസമായിട്ട് ഓന്റെ വെള്ളിയോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഓഫീസിൽ നിന്ന് അങ്ങനെ ടൂറോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. അപ്പൊ ഓന്റെ ഒരു സുഹൃത്തിനെ കുറിച്ചു. അപ്പൊ ഓനെ ഈ വിവരങ്ങളൊക്കെ അറിയാം. അപ്പൊ ഓനാ പറഞ്ഞത് ഇങ്ങനെ ഏതോ ഒരു പെണ്ണിനായിട്ടുള്ള എന്തോ ഒരു ബന്ധം തുടങ്ങിയിട്ട് 5-6 മാസമായിട്ടുണ്ടായിരുന്നു. പോയി 2 ആളും കൂടി പോയി ഈ ടൂറ് പോവാന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 ആളും കൂടിയിട്ട് അതുവഴി പോയി. പിന്നെ ഓനെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. എങ്ങനെയാണെച്ചെങ്കിലേ രാവിലെ എണീക്കൂലോ, അടുക്കളയിലും കയറില്ല, വീട്ടിലൊരു സാധനം ഓള് ചെയ്യില്ല. ഒരു സാധനം ഒരു പണി പോലും ഓള് ചെയ്യില്ല. ആ കുട്ടിയോളെ പോലും മര്യാദയ്ക്ക് നോക്കില്ല. ഓനെ വല്ല പെണ്ണുങ്ങളുടെ കൂടി പോയിട്ടുണ്ടെങ്കിലേ അത് ഓളെ പിടിപ്പുകേടാ. പെണ്ണുങ്ങളായാലേ ഭർത്താക്കന്മാരുടെ ചുല്ലുപടിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ആണുങ്ങൾ ഇറങ്ങിയാ പോകും. ഏത് പെണ്ണിന്റെ കൂടെ പോയത്? പെണ്ണിന്റെ വിവരങ്ങളൊന്നും അറിയില്ല മോളെ. പെണ്ണിന്റെ വിവരങ്ങളൊന്നും അറിയില്ല. അത്രയും രഹസ്യമാക്കിയിട്ടാവും വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സുഹൃത്തിനോട് മാത്രമേ കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. ഓനും ഈ പെണ്ണിന്റെ വിവരങ്ങളൊന്നും ഓനും അറിയില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവര്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അവര് കണ്ടുപിടിച്ചോളൂ. എത്രയും വേഗം കണ്ടുപിടിക്കട്ടെ പെണ്ണിനും ചെക്കനെയും. അല്ലെങ്കിൽ ഏത് പെണ്ണായി നമുക്ക് എന്തായാലും വൃത്തിയായിട്ട കുടുംബത്തിലെ പെണ്ണുങ്ങളാവും. അവരല്ലേ കല്യാണം കഴിഞ്ഞ ആണുങ്ങളൊക്കെ വളച്ചെടുത്ത് കൊണ്ടുപോവുക. നമ്മുടെ മക്കളാ മരുമക്കളാ. ഒരു രാത്രി കൊണ്ട് നമ്മുടെ നാട്ടിലെ എന്തൊക്കെ കാര്യങ്ങളല്ലേ നടക്കുന്നത്. ഞാൻ പോയിട്ട് വൈകിട്ട് വരാട്ട. വിശേഷങ്ങൾ പിന്നെ വന്നിട്ട് പറയട്ടെ. തങ്കപ്പ ചേട്ടൻ അവിടെ അന്വേഷിക്കണ്ടോ വരുന്നേ? തങ്കമണി ചേച്ചി, തങ്കമണി ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്? അവിടെ രമണി എന്നല്ലേ വിളിക്കുന്നത്? തങ്കമണി ചേച്ചി ഇങ്ങോട്ട് വാ. എന്തേ തങ്കപ്പൻ ചേട്ടനെ തീരെ വയ്യ. തങ്കപ്പ ചേട്ടൻ എന്താ പറ്റിയത്? ആളൊന്ന് കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണൂന്നാ? എന്തേ? തങ്കമണി ചേച്ചിയുടെ മോളെ കാർത്തിക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 2 ദിവസം മുമ്പേ ടൂർ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ. അവളെ ടൂറല്ല പോയത്, ഹൗസ് പത്തിലെ മറ്റേ മനോജിന്റെ കൂടെ ഒളിച്ചോടി പോയി. ഒളിച്ചോടി പോവുകയും ചെയ്തു. അവരെ 2 പേരെയും പിടിച്ചിട്ടുണ്ട് കേട്ടാ പോലീസ്. ഞാനാണിട്ട് എത്തുന്നേരം നിങ്ങൾ കേട്ടില്ല രമണി? നമ്മുടെ തങ്കമണി ഉണ്ടല്ലോ, ഓൾക്ക് തീരെ വയ്യാണ്ടായി. ഓളുടെ മോള് ഒളിച്ചോടി പോയില്ലേ. ആ വിവരം കേട്ടിട്ട് ഓളെ ആശുപത്രിക്ക് കൊണ്ടുപോയി. ഭയങ്കര സീരിയസ് എന്ന് പറയുന്നേ. അപ്പോൾ ഓള് ചികിത്സക്ക് കുറേ പൈസ ചെലവുണ്ടിട്ട. നിങ്ങൾ ഓളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്ത് കമന്റ് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ.